ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായ, അതായത് തെക്കോട്ടുള്ള ഗോപുരവാതിൽ തുറക്കുന്നത് നെതലക്കാവ് ഭഗവതിയാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് കൂടിയാണ് ഭഗവതി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ കാഴ്ച ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ എല്ലാവരും ആ കാഴ്ച കാണാൻ റെഡിയല്ലേ? ഓക്കെ, നമുക്ക് ആ കാഴ്ചയിലേക്ക് പോവാം. എറണാകുളം ശിവകുമാർ എന്നാണ് എൻ്റെ പേര്. എറണാകുളം ശിവകുമാറിൻ്റെ മുകളിലാണ് നെതലക്കാവ് ഭഗവതി കോലം എഴുന്നള്ളിച്ച് വരുന്നത്. ആദ്യമൊക്കെ തെച്ചിക്കോട്ട് രാമചന്ദ്രനായിരുന്നു, പക്ഷെ ഇപ്പോൾ ആന മാറി എറണാകുളം ശിവകുമാറാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നതായിരിക്കും. ആനയ്ക്ക് തണ്ണിമത്തം വാങ്ങിയിട്ടുണ്ട്, പഴം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആനയ്ക്ക് വരുമ്പോൾ കൊടുക്കാനായിട്ട് തണ്ണിമത്തനും പഴം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എത്താറായിട്ടുണ്ട്. എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ആ കാഴ്ചകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം കേട്ടോ. റോഡിൻ്റെ സൈഡായതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എറണാകുളം ശിവശങ്കറിൻ്റെ പുറത്ത് നെതലക്കാവ് ഭഗവതി എഴുന്നള്ളിത വരികയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ കാണുന്നത്. മീഡിയക്കാരാണ്, മീഡിയ 1 അങ്ങനെ കുറേ മീഡിയക്കാരാണ് മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ വരും, എത്താറായിട്ടോ. ഇത് നമ്മുടെ നെതലക്കാവ് ദേവി വരുന്നതിന് മുന്നോടിയായിട്ട് അകമ്പടിയാണ്. പോലീസും അവിടുത്തെ ദേശത്തിലെ ജനങ്ങളും എല്ലാം തന്നെ ദേവിക്ക് അകമ്പടിയായിട്ട് മുന്നിലും പിന്നിലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു തിരക്കിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാവുന്നത് ദേവി എത്തിയിട്ടില്ല, അതിന് മുന്നേ ഉള്ള ഒരു തിരക്കാണ് നമ്മൾ ഇതിൻ്റെ കൂടെ കാണുന്നത്. അതാ ദേവി എത്തായി. ദേവീനെ നമുക്ക് നല്ല വെയിലായതുകൊണ്ട് തന്നെ കാണാൻ ചെറിയൊരു ഇതുണ്ട്. അടുത്ത് വരുമ്പോൾ നന്നായി കാണാം. ഇതാ ദേവി വരികയായി. നെതലക്കാവിലമ്മ ഭഗവതി വരികയാണ്. ഒരു മിനിറ്റ്, എൻ്റെ കയ്യിൽ നിന്ന് തണ്ണിമത്ത് ഉരിച്ച് പോയി, അതാണ് വീഡിയോ ഇങ്ങനെ ആയത്. ഞാൻ ആ നിമിഷം പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഏത് കുട്ടികള്? ഇവിടെ കൊച്ചു കൊച്ചു കുട്ടികൾ ആനയ്ക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. നമ്മുടെ ദേവി ഇതാ വരികയാണ്. എല്ലാവർക്കും ദേവിയുടെ കോലം കണ്ട് തൊഴാനുള്ളൊരു മഹാഭാഗ്യമാണ് കിട്ടുന്നത്. അപ്പോൾ ഇടയിൽ തണ്ണിമത്തനും പഴം കൊടുക്കാനായിട്ട് നിന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിൽ കുറച്ചൊന്ന് മിസ്സായിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിലേക്ക് വളരെ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ അത് കാണാൻ കുറച്ച് പ്രയാസമുണ്ട്. എന്നാലും